മറിയം ദൈവമാതാവ് എന്ന കത്തോലിക്കരുടെ വിശ്വാസം വാസ്തവത്തിൽ വലിയ ഒരു വിശ്വാസത്യാഗത്തിൻ്റെ ഹെരസിയുടെ അടയാളമല്ലേ? ദൈവത്തിനെങ്ങനെ മാതാവുണ്ടാകും? ദൈവത്തിന് മാതാവുണ്ടെങ്കിൽ ആ ദൈവം എങ്ങനെ ദൈവമാകും? ദൈവത്തിന് മാതാവ് ദൈവത്തെക്കാൾ വലിയ ആളാകണ്ടേ? പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക വിശ്വാസവും വെല്ലുവിളികളും എന്ന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ദൈവപുത്രൻ ദൈവമാതാവ് എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ 5-ാമത്തേതും അവസാനത്തേതുമായ ലേഖനം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ 5-ാമത്തെ ചർച്ചയാണിത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ബൈബിൾ ഞാനൊരു ഭാഗം വായിക്കട്ടെ. ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 1, 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൈവദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോവിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് ഇനി നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് മാതാവിനെക്കുറിച്ചുള്ള വിശ്വാസം, പ്രത്യേകിച്ചും കത്തോലിക്കരെ. 2 കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഏറ്റുപറയുന്ന മറിയവും മുസ്ലിമുകൾ വിശ്വസിക്കുന്ന ഈസാ നബിയുടെ മാതാവായ മറിയവും ഒരാൾ തന്നെയാണോ? അതോടൊപ്പം കത്തോലിക്കർ മറിയത്തിന് നൽകുന്ന വിശേഷണങ്ങളും കത്തോലിക്കരുടെ വിശ്വാസവും ചോദ്യം ചെയ്യുന്ന ഒരുപാട് പ്രോട്ടസ്റ്റൻ്റ് സഭാവിഭാഗങ്ങളുണ്ട്, പെന്തക്കോസ്തുകാരുണ്ട്. ക്രിസ്ത്യാനി കത്തോലിക്കരെ കർത്താവിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരായി യേശുവിന് പുറമെ മധ്യസ്ഥന്മാർ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കൽപ്പന നിഷേധിക്കുന്നു. ദൈവത്തിന് എങ്ങനെ അമ്മയുണ്ടാകും? പ്രസവിച്ച സ്ത്രീ എങ്ങനെ കന്യകയായിട്ട് കണക്കാക്കപ്പെടും? മറിയത്തിൻ്റെ കന്യാത്വം, മറിയത്തിൻ്റെ സ്വർഗാരോപണം, മറിയത്തിൻ്റെ ദൈവമാതൃത്വം, അമലോത്ഭവം എന്നിങ്ങനെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയമാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ദൈവമാതാവായ മറിയം. ആദ്യമേ ഖുറാനിലേക്ക് നോക്കാം. ഖുറാനിൽ മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഖുറാനിലെ മറിയം ഇമ്രാമിൻ്റെ മകളും ഹാറൂൻ്റെ സഹോദരിയുമാണെന്നാണ് പറയുക. അഹ്റോൻ്റെയും മോശയുടെയും പിതാവാണ് അമ്രാം. അതെങ്ങനെ മറിയത്തിൻ്റെ സഹോദരിയാകും? അങ്ങനെയാകുമ്പോൾ ഉദ്ദേശിക്കുന്നത് അഹ്റോൻ്റെ സഹോദരിയായ മിറിയാമിനെ കുറിച്ചാണോ ഇവിടെ പറയുന്നതെന്ന് ചോദിക്കാം. തീർച്ചയായിട്ടും ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അഹ്റോൻ്റെ സഹോദരി എന്ന് പറയുന്നെങ്കിലും ഈസാ നബിയുടെ മാതാവായതുകൊണ്ട് മുസ്ലിമുകൾ ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ അമ്മയായ മറിയത്തെ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എങ്ങനെ അഹ്റോൻ്റെ സഹോദരിയാകുന്നു, ഇമ്രാമിൻ്റെ മകളാണെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു രീതി പറയുന്നു മാത്രം കണക്കാക്കിയാൽ മതി. തലമുറകളെ ഒന്നിച്ചു കൂട്ടി കണക്കാക്കുക, ഇസ്രായേലുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് എങ്ങനെയും ഒഴിവാക്കാൻ സാധിക്കും. ഏതായാലും മറിയത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ സാമ്യമുണ്ട്. സാമ്യം ഇതാണ്: മറിയം കന്യകയായിരുന്നു. ഗർഭം ധരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പ്രവർത്തനത്താലാണ്. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുക്കിലേക്ക് നസ്രത്തിലേക്ക് അയക്കപ്പെട്ടെന്ന് പറഞ്ഞ പോലെയാണ് അല്ലാഹുവിൻ്റെ മലക്ക് വന്ന് മറിയത്തോട് സംസാരിക്കുക. അവൾ ഗർഭിണിയായി, അവൾ ജനിച്ച ശിശുവിന് ഈസാ എന്ന് പേരിട്ടു. ഇത്രയും സാമ്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന സാമ്യങ്ങൾ കൊണ്ട് മാത്രമാകുന്നില്ലല്ലോ. പേരൊന്നു തന്നെയാണ്, മിറിയാം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കന്യകയാണ്, ഈസായുടെ അല്ലെങ്കിൽ യേശുവിൻ്റെ അമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ സാമ്യമുണ്ട്.
ബാക്കിയുള്ളതൊന്നും ഖുറാൻ സ്വീകരിക്കുന്നതല്ല, മുസ്ലിമുകൾ അംഗീകരിക്കുന്നതുമല്ല. പക്ഷേ ഇതുകൊണ്ട് മാത്രം മറിയത്തെ സംബന്ധിച്ചുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസം കൊണ്ട് തീരുന്നുമില്ല. ബൈബിളിൽ മറിയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, കത്തോലിക്ക സഭ മറിയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, അതാണ് നമ്മൾ തുടർന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യമേ പഴയ നിയമത്തിലേക്ക് പോകാം. മറിയം പഴയ നിയമത്തിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ? തീർച്ചയായിട്ടും സൂചനകളുണ്ട്, പ്രവചനങ്ങൾ പോലെ. ആദ്യത്തെ സൂചന കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. അവിടെ സർപ്പത്തെയും ഹൗവായെയും മുൻകൂട്ടി നിർത്തിക്കൊണ്ടാണ് പറയുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായം ആദിപാപത്തിൻ്റെ ചരിത്രമാണ് പറയുന്നത്. സർപ്പത്തിൻ്റെ പ്രലോഭനത്തിന് വഴങ്ങി ഹൗവ എന്ന ആദി മാതാവ് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, പാപത്തിന് വീണു. അതിന് ശേഷം ദൈവം നൽകുന്ന രക്ഷയെക്കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദാനമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ആദി സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. പ്രോട്ടോ എവങ്കേലിയൻ, ദ ഫസ്റ്റ് ഗോസ്പൽ എന്ന് പറയും. അതിപ്രകാരമാണ്: നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും, അത് കുതികാൽ പരിക്കേൽപ്പിക്കും. അപ്പോൾ സ്ത്രീയും സർപ്പവും തമ്മിൽ ശത്രുത ഉളവാക്കും ദൈവം തന്നെയാണ്. ഇനി സ്ത്രീയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന ശിശു ഈ സർപ്പത്തിൻ്റെ മേൽ വിജയം വരിക്കും, അഥവാ പാപത്തിൽ നിന്ന് മോചനം നൽകും. രക്ഷകനെ സംബന്ധിച്ച ആദ്യത്തെ പ്രവചനമാണ്. ആ രക്ഷകൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നതായിരിക്കും. ഈ പ്രവചനം വുൾഗാത്ത എന്നറിയപ്പെടുന്ന ലത്തീൻ വിവർത്തനം ചെയ്ത ജെറോം പുണ്യവാൻ ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുത്തി. അവൻ നിൻ്റെ തല തകർക്കുമെന്നുള്ളതിന് പകരം അവൾ നിൻ്റെ തല തകർക്കുമെന്നായിരുന്നു. യാതൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ ഇപ്പോൾ 4-ാം നൂറ്റാണ്ടിലും മറിയത്തിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെറോം അവൾ നിൻ്റെ തല തകർക്കും എന്ന് വിവർത്തനം ചെയ്തത് എന്ന് കരുതുന്നു. ആ ഒരു കാഴ്ചപ്പാടിലാണ് അമലോത്ഭവ മാതാവിൻ്റെ പ്രതിമയും അല്ലെങ്കിൽ പടമൊക്കെ ഉണ്ടാകുമ്പോൾ സർപ്പത്തിൻ്റെ തലയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം വരയ്ക്കുന്നത്. വാസ്തവത്തിൽ ബൈബിൾ അത് പറയുന്നില്ല. അവൾ തല തകർക്കുമെന്നല്ല, അവൻ തല തകർക്കുമെന്നാണ് പറയുക. സ്ത്രീയല്ല, സ്ത്രീയുടെ സന്തതിയാണ് പാപത്തിൽ നിന്ന് മോചനം നൽകുന്നത്. മാതാവ് രക്ഷകയല്ല, രക്ഷകൻ്റെ അമ്മയാണ്. അമലോത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പിന്നീട് വിശദമാക്കാൻ. ഇതാണ് ഒന്നാമത്തേത്. ഒരു സ്ത്രീ ആദാമിൻ്റെ സഹകാരിണിയായ അതിനെ പാപത്തിലേക്ക് നയിച്ച ഹൗവായുടെ ബദലായിട്ട് ഒരു പുതിയ ഹൗവയുണ്ടാകും. ആ പുതിയ ഹൗവ ദൈവത്തിൻ്റെ കൃപയാൽ നിറഞ്ഞവളാകും. അവളിൽ ജനിക്കുന്ന രക്ഷകനായിരിക്കും രക്ഷ നൽകുക. അപ്പോൾ രക്ഷകൻ്റെ അമ്മ, തിന്മയിൽ നിന്ന് പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിക്കാൻ വരുന്ന മിശിഹായുടെ അമ്മ എന്നൊരു പ്രതീകം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം പ്രത്യേക സാഹചര്യമാണ്. വടക്ക് ഉള്ള ഇസ്രായേൽ രാജ്യവും സിറിയ രാജ്യവും കൂടി തെക്ക് യൂദായ്ക്കെതിരെ യുദ്ധത്തിന് വന്നു. സാഹചര്യത്തേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആഹാസ് രാജാവ് അസിറിയയുടെ സഹായം നേടാനായിട്ട് ശ്രമിച്ചു. യേശയ്യാ പറഞ്ഞു, നീ ആരുടെ സഹായത്തിന് പോകണ്ട, ദൈവം നിന്നെ രക്ഷിക്കും. നിനക്ക് സംശയമുണ്ടെങ്കിൽ അടയാളം ചോദിച്ചോളൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അടയാളമൊന്നും ചോദിക്കുന്നില്ല, ഉണ്ട്, ഞാൻ നിനക്കൊരു അടയാളം തരും. യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ നന്മ തിന്മ തിരിച്ചറിയുന്നതിന് മുമ്പേ നീ ഭയപ്പെടുന്ന ഈ രാജ്യങ്ങളിലുണ്ടാകും. യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കാത്ത പ്രത്യേകം ചോദിക്കുക. യുവതി അല്ലാണ്ട് കിളവിയല്ലോ സാധാരണ ഗർഭം ധരിക്കുക. അപ്പോൾ അതുകൊണ്ട് POC ബൈബിളിൽ യുവതി ഗർഭം ധരിച്ചു എന്ന് തർജ്ജമ എഴുതിപ്പിക്കും. ഞങ്ങൾക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങളുമായിട്ട് വന്നു. പക്ഷേ ഓർക്കണം, ഹെബ്രായ ബൈബിളിൽ അൽമ എന്ന പദമാണ് ഉപയോഗിക്കുക. അൽമ എന്ന് പറഞ്ഞാൽ വിവാഹപ്രായമായ ഒരു സ്ത്രീ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഋതുമതിയായ ഗർഭധാരണ ശേഷിയുള്ള ഒരു സ്ത്രീ, കിളവികളെല്ലാം പ്രസവിക്കുക. അപ്പോഴെന്താണ് അടയാളം എന്ന് വെച്ചാൽ, ഈ യുവതി ഗർഭം ധരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നീ ഭയപ്പെടുന്ന രാജാക്കന്മാർ 2 വർഷത്തിനകം ഇല്ലാതാവും. അതാണ് പ്രശ്നം. അതാണ് അന്നത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ ആഹാസ് രാജാവിനെ സംബന്ധിച്ചോളം 7 നൂറ്റാണ്ടുകൾക്ക് ശേഷം വരുന്ന ഒരു രക്ഷകനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ലാണ്ടാകുന്നു. കാരണം വാതിൽക്ക് നിൽക്കുകയാണ്, യുദ്ധം ഒരുങ്ങിയിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ 7 നൂറ്റാണ്ട് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അയാൾക്ക് അർത്ഥമില്ല. അതുകൊണ്ട് ഓർക്കണം, പ്രവചനങ്ങൾക്ക് പൊതുവേ 2 തലങ്ങളുണ്ട്, അഥവാ 2 മാനങ്ങളുണ്ട്. ആരോട് പറയുന്നു ആ വ്യക്തിക്ക് ചരിത്രപരമായിട്ട് വളരെ പ്രസക്തമായൊരു കാര്യമാവണം. ആഹാസിന് അത് അർത്ഥമുണ്ടാകണം. പക്ഷേ ഈ ചരിത്രപരമായ അർത്ഥത്തിനപ്പുറത്ത് സെൻസൂസ് പ്ലേനിയോ എന്ന് പറയും, കൂടുതൽ ആഴമേറിയ അർത്ഥമുണ്ട്. ഈ പ്രവചനത്തിൻ്റെ 2ാമത്തെ അർത്ഥം അത് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് 3-ാം നൂറ്റാണ്ടിലെ ഹെബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തവർ സപ്തതി എന്നറിയപ്പെടുന്ന ഗ്രീക്ക് വിവർത്തനത്തിലെ പർത്തേനോസ് എന്നൊരു വാക്കാണ് അൽമ എന്നതിന് പകരം വിവർത്തനം ചെയ്തത്. അതിന് കന്യക എന്ന് തന്നെയാണ് അർത്ഥം.
ഋതുമതിയായ സ്ത്രീ എന്ന് മാത്രമല്ല, ഗർഭധാരണ ശേഷിയുള്ള സ്ത്രീ മാത്രമല്ല, ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത കന്യക ഗർഭം ധരിക്കും. അതാണ് സുവിശേഷത്തിൽ എടുത്തിരിക്കുന്നത്. സുവിശേഷം ഉപയോഗിക്കുന്നത് ഗ്രീക്ക് ഭാഷയാണ്, സപ്തതിയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്ന് പറയുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് യെശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇതിനെ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും എന്നൊരു സൂചനയുണ്ട്. മാതാവിനെക്കുറിച്ച് വ്യക്തമായി പറയാവുന്ന ഈ 2 സൂചനകളെ പഴയ നിയമത്തിലുള്ളൂ. അതേസമയം മറ്റു പലതുമുണ്ട്. സിയോൻ കന്യക എന്ന് പറയാറുണ്ട്. സിയോൻ കന്യക ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമായിട്ടാണ് സിയോനെ കാണുക. ജെറൂസലം കന്യക എന്ന് പറയും. ദൈവജനത്തിൻ്റെ പ്രതീകമായിട്ട് ഇസ്രായേലിനെയും ജെറൂസലത്തെയും കാണുന്നു. അങ്ങനെ കന്യക എന്ന് പറയും. അതുപോലെ തന്നെ ഉടമ്പടിയുടെ പേടകം അഥവാ വാഗ്ദാന പേടകം, ഇന്ന് ഒരുപാട് പേര് പറയുന്നത് വാഗ്ദാന പേടകം. എന്താണ് പേടകം? ഈ വാഗ്ദാന പേടകമല്ല, ഉടമ്പടിയുടെ പേടകമാണ്. ഉടമ്പടിയുടെ പ്രമാണ പലകകൾ സൂക്ഷിച്ചിരുന്ന പേടകം. ദൈവത്തിൻ്റെ വചനമാണ് അതിൽ എഴുതിയിരുന്നത്. പ്രമാണം എന്ന് പറയുന്നത് വചനമാണ്, ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എഴുതിയ കൽപ്പലകകൾ സൂക്ഷിച്ചിരുന്ന പേടകത്തെ മാതാവിൻ്റെ പ്രതീകമായി കാണുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം അവൾ ഉദരത്തിൽ ഗർഭം ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാതാവിൻ്റെ പ്രതീകമായി ഉടമ്പടിയുടെ പേടകത്തെ കാണും. അതുകൊണ്ട് ലിത്തുനിയായാലും ഉടമ്പടിയുടെ പേടകമേ, വാഗ്ദാനത്തിൻ്റെ പേടകം എന്ന് വിശേഷിപ്പിക്കുക. പക്ഷെ ഒന്നും മാതാവിനെ നേരിട്ടുള്ള പരാമർശങ്ങളായിട്ട് കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ചെറിയ ചെറിയ സൂചനകളാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും മാതാവിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും വളരെ സാവകാശമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. 21 ലേഖനങ്ങളിൽ ആകപ്പാടെ ഒരു തവണ മാത്രമേ ഉള്ളൂ. ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ മാത്രമേ മറിയത്തെക്കുറിച്ച് പരാമർശമുള്ളൂ. അതും സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് വളരെ കാഷ്വലായിട്ടുള്ള ഒന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഒരുമിച്ച് വന്ന് അവൻ്റെ അമ്മയായ മറിയത്തോടു കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന സമൂഹത്തിലാണ്. ആ സമൂഹത്തിൻ്റെ മധ്യേ മാതാവുണ്ട്. ആ പ്രാർത്ഥന സമൂഹത്തിലേക്കാണ് പരിശുദ്ധാത്മ വരുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആ ശിഷ്യ സമൂഹത്തിൻ്റെ മധ്യത്തിൽ മറിയമുണ്ട്. ഇനി ആകപ്പാട് വെളിപാട് പുസ്തകമാണ് അവശേഷിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വെളിപാട് പുസ്തകം വിശദമായിട്ട് പഠിച്ചാൽ അത് മറിയത്തെക്കുറിച്ചല്ല പറയുന്നത് വ്യക്തമാണ്. മറിയത്തെക്കുറിച്ചല്ല, സഭയെക്കുറിച്ചാണ് പറയുക. രക്ഷകൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന, ദുഃഖിക്കുന്ന പഴയ നിയമജനത്തിൻ്റെ പ്രതീകമാണ് ഗർഭിണിയായ സ്ത്രീ. പ്രസവക്ലേശത്താൽ ഞെരുങ്ങുന്നു, പ്രസവവേദനയാൽ നിലവിളിക്കുന്ന സ്ത്രീ ജനത്തിൻ്റെ പ്രതീകമാണ്. രണ്ടാമത്തേത് പുത്രനെ പ്രസവിച്ച ശേഷം മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അവിടെ ഈ സർപ്പത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ യേശുവിൻ്റെ സഭയാണ്. അപ്പോൾ ദൈവജനം പഴയ നിയമവും പുതിയ നിയമവും കൂടി ചേരുന്ന ദൈവജനത്തിൻ്റെ പ്രതീകമാണ് 12-ാമത്തെ അധ്യായം. സൂര്യനെ ഉടയാടാക്കിയ 12 നക്ഷത്രങ്ങളുടെ കിരീടം ധരിക്കുന്ന ദൈവജനത്തിൻ്റെ പ്രതീകമാണ് മിശിഹായുടെ അമ്മയായ മറിയം. അപ്പം മാതാവിനെ 2-ാമത്തെ ലെവലിൽ കാണാൻ സാധിക്കും. മറിയത്തിൻ്റെ പ്രതീകമായിട്ട് കാണാം. ദൈവജനത്തിൻ്റെ അമ്മ എന്ന രീതിയിൽ ദൈവജനത്തെയാണ് 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ആ ദൈവജനത്തിൻ്റെ പ്രതീകവും മാതാവ് എന്ന രീതിയിൽ മാതാവിനെക്കുറിച്ച് നമ്മൾ പറയുന്നതുകൊണ്ടാണ് മാതാവിന് നക്ഷത്ര കിരീടമൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വ്യംഗ്യമായിട്ട് കാണുന്ന കാര്യമാണ്. ഇതിൽ വ്യക്തമായിട്ട് കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ കാണുന്നത് മർക്കോസിൻ്റെ സുവിശേഷമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 2 തവണയാണ് മാതാവിനെക്കുറിച്ച് പറയുന്നത്. ആദ്യത്തേത് 3-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ യേശുവിനെ കാണാനായിട്ട് വന്ന് നിൽക്കുന്ന യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും കാണാനായിട്ട് വന്ന് നിൽക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31-35 വാക്യങ്ങൾ. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പോൾ ഇത് ഒരുപാട് പേരെടുത്ത് പറയാറുണ്ട്, യേശു അമ്മയെ തള്ളിപ്പറയുന്നതാണെന്ന്. തള്ളിപ്പറയുകയല്ല, അമ്മയെ തള്ളിപ്പറയുന്ന മകനെ സ്വീകരിക്കാൻ സാധ്യം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ള ദൈവ പ്രമാണമാണ്. 4-ാം പ്രമാണം ലംഘിക്കുന്നവരാണ് യേശു എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിന് ശാരീരികമായ ജന്മം നൽകുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുന്നവളാണ് അമ്മ. ഇതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്ത് കാണിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നസ്രത്തിൽ വന്ന് പ്രസംഗിക്കുന്ന യേശുവിനെ ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ മർക്കോസ് 6:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവനെ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ടു. അവർ പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുക? ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാ, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമല്ലേ? മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെയില്ലേ?
മറിയത്തിൻ്റെ മകനാണ്. അപ്പോൾ യേശുവിൻ്റെ അമ്മയാണ് മറിയം, വളരെ വ്യക്തമാണ്. പക്ഷേ യേശുവിൻ്റെ 4 സഹോദരന്മാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും പറയുമ്പോൾ മിനിമം 2 സഹോദരിമാരെങ്കിലും ഉണ്ടാകണമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് പലരും വ്യാഖ്യാനിക്കാറുണ്ട് മറിയം യേശുവിൻ്റെ അമ്മയാണ്, പക്ഷേ മറിയത്തിന് യേശു കൂടാതെ വേറെ 6 മക്കളും കൂടി ഉണ്ടാകുന്ന 7 മക്കളെ പ്രസവിച്ച സ്ത്രീയെ എങ്ങനെ കന്യകയെന്ന് വിളിക്കും? ഇത് വിഡ്ഢിത്തമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് ഈ സഹോദരങ്ങൾ? സഹോദരൻ എന്ന് നമ്മൾ പദത്തിന് ഒരേ ഉദരത്തിൽ ജനിച്ചവരാകണം എന്ന് നിർബന്ധമില്ല. അതുതന്നെയുമല്ല, ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുടുംബത്തിൽപ്പെട്ടവരെല്ലാം സഹോദരങ്ങളാണ്. അതുപോലെ തന്നെ മർക്കോസ് തന്നെ പറയുന്നുണ്ട് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ച്. മർക്കോസ് 15-ാം അധ്യായം 39-40 വാക്യങ്ങൾ. അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദലേന മറിയവും യോസേയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ യോസേയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മ മറിയം ഏതായാലും യേശുവിൻ്റെ അമ്മ മറിയമല്ല. യേശുവിൻ്റെ അമ്മ മറിയത്തെക്കുറിച്ച് മർക്കോസ് പറയുന്നുണ്ട്, പക്ഷേ യോഹന്നാൻ സുവിശേഷത്തിലുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ യേശുവിൻ്റെ അമ്മയുണ്ട്, യേശുവിൻ്റെ സഹോദരി ഉണ്ട്, മറിയമുണ്ട്. ഇപ്പോൾ ഈ യോസേയുടെയും യാക്കോബിൻ്റെയും അമ്മ മറിയം എന്ന് പറയുന്നത് ഈ മറിയമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന യോസേയും യാക്കോബും യൂദായും ശിമിയോനും മറിയത്തിൻ്റെ മക്കളാണ്, പക്ഷേ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ മക്കളല്ല. പിന്നെ ഏത് മറിയമാണെന്ന് ചോദിച്ചാൽ അത് യേശുവിൻ്റെ പിതാവായ യോസഫിൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരുന്നു മറിയമെന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ ഏതായാലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എടുത്തു കാണിക്കുന്നത് യേശുവിൻ്റെ അമ്മയാണ് മറിയം. സഹോദരങ്ങളെക്കുറിച്ചുള്ള പരാമർശം മറിയത്തിൻ്റെ നിത്യകന്യകാത്വത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നില്ല. മത്തായിലും ലൂക്കായിലുമാണ് ഏറ്റവും കൂടുതലുള്ളത്. യോഹന്നാനിലേക്ക് വരാം. അതിനു മുമ്പേ യോഹന്നാൻ സുവിശേഷത്തിൽ മറിയത്തെക്കുറിച്ച് 2 തവണയാണ് പരാമർശിക്കുന്നത്. ഒന്നാമത്തേത് 2-ാം അധ്യായം കാനായിലെ കല്യാണ വിരുന്നിലെ സംഭവമാണ്. ഞാൻ വിശദമായിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം അവിടെയാണ് പ്രവർത്തിക്കുക. താൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് അവിടെ. അവിടുത്തെ സാഹചര്യം ഇതാണ്. കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട ഒരു യേശു ഉണ്ടായ ശിഷ്യന്മാരും വന്നു. മറിയ അവിടെ ഉണ്ടായിരുന്നു. വിരുന്നിൻ്റെ മധ്യേ വീഞ്ഞു തീർന്നു പോയി. വലിയ നാണക്കേടുണ്ടാകുന്ന സാഹചര്യത്തിൽ അമ്മ വന്ന് മകൻ്റെ അടുക്കൽ മധ്യസ്ഥം പറയാണ്, അവർക്ക് വീഞ്ഞില്ല. യേശു ചോദിക്കും, സ്ത്രീയെ എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അതുകൊണ്ട് യേശു അവളെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ യേശു തൻ്റെ അമർഷം വെളിവാക്കായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല അമ്മ ഇടപെട്ടതിൽ എന്നാണോ അർത്ഥമാക്കുക? അങ്ങനെ അർത്ഥമാക്കുന്നവരുണ്ട്. യേശു പറയാം എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. എന്ത് സമയമാണ്? യോഹന്നാൻ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിൻ്റെ സമയം എന്ന് പറയുന്നത് മഹത്വീകരണത്തിൻ്റെ സമയമാണ്. ആ മഹത്വീകരണം കുരിശുമരണത്തിലൂടെയാണ് സംഭവിക്കുക. അപ്പോൾ യേശു പറയുന്നതാണ് എൻ്റെ സമയം, മഹത്വീകരണത്തിൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഇവിടെ അത്ഭുതകരമായി വീഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് പരസ്യജീവിതം ആരംഭിക്കുകയാണ്, മഹത്വത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുകയാണ്. ആ പ്രയാണം ചെന്ന് അവസാനിക്കുന്നത് കുരിശിലായിരിക്കും, കുരിശുമരണത്തിലൂടെ ആയിരിക്കും. ഈ അർത്ഥമാണ് ഇവിടെയുള്ളത്. പിന്നെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോഴേക്കും ഏതായാലും അമ്മയെ അവഹേളിക്കാനായിട്ടാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത് പറയാനാവില്ല. അതേസമയം ഈ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ട സ്ത്രീ എന്ന ആ പദം ഇവിടെ വരികയാണ്. അപ്പോൾ ഈ മറിയത്തെ രക്ഷകൻ്റെ അമ്മയായി ചിത്രീകരിക്കുകയാണ് യേശു ഇവിടെ പറയുക. സ്ത്രീയെ എന്ന് പറയുന്നുണ്ട്. യേശു തൻ്റെ അത്ഭുതം പ്രവർത്തിച്ചു. കുരിശിലേക്കുള്ള വഴിയിൽ വാസ്തവത്തിൽ മകനെ കൈപിടിച്ചിറക്കി വിടുന്നത് അമ്മയാണ്. അപ്പോൾ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും യേശു പ്രവർത്തിച്ചു. അപ്പോൾ മാതാവിൻ്റെ മാധ്യസ്ഥം അവിടെ സ്വീകരിക്കുകയാണ്. യോഹന്നാൻ എടുത്തു കാണിക്കുന്ന മാതാവിൻ്റെ മാധ്യസ്ഥതയാണ്. ഇനി ഒരിക്കൽ കൂടി മാത്രമേ യോഹന്നാൻ സുവിശേഷത്തിൽ മറിയം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. അത് കുരിശിലാണ്. മഹത്വീകരണത്തിൻ്റെ യാത്രയുടെ തുടക്കത്തിലും മഹത്വീകരണം പൂർണ്ണമാകുന്നിടത്തും 19-ാമത്തെ അധ്യായത്തിലാണ്. യോഹന്നാൻ സുവിശേഷം 19-ാമത്തെ അധ്യായം 25-27 വാക്യങ്ങൾ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാമത്തെ ഭാഗം. ഇവിടെയും സ്ത്രീയെ എന്നാണ് വിളിക്കുക. ഇവിടെ ഏതായാലും മാതാവിൻ്റെ ഇടപെടലിൽ എന്തെങ്കിലും അമർഷമുണ്ടായിട്ടല്ല. ഇവിടെ വീണ്ടും സ്ത്രീയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കുന്ന നിമിഷമാണിത്. അവിടെ മറിയത്തെ സ്ത്രീയെ വിളിക്കുന്നവരുടെ പുതിയ ഹവ്വായായി ചിത്രീകരിക്കുകയാണ്. അതോടൊപ്പം താൻ സ്നേഹിച്ച ശിഷ്യൻ പ്രതീകമാണ്.
സകല ശിഷ്യന്മാരുടെയും യേശുവിനെ സ്നേഹിക്കുന്ന സകല ശിഷ്യന്മാരുടെയും പ്രതീകമായിട്ടാണ് ഇവിടെ ഒരു ശിഷ്യൻ നിൽക്കുന്നത്. യോഹന്നാൻ എന്ന് സുവിശേഷം പറയുന്നില്ല, പൊതുവെ കണക്കാക്കുന്ന യോഹന്നാനാണ്. അപ്പോൾ സ്നേഹിച്ച ശിഷ്യനെ അമ്മയ്ക്ക് മകനായി കൊടുക്കുകയും ആ ശിഷ്യന് മകന് അമ്മയായി കൊടുക്കുകയും ചെയ്തതോടുകൂടി യേശു ഒരു പുതിയ കുടുംബം സ്ഥാപിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യ സമൂഹം, സഭ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അമ്മ മറിയവുമാണ്. ഇതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് തന്നെ സഭയുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് മറിയത്തെ മധ്യസ്ഥയായി കണക്കാക്കുക. യേശുവല്ലാതെ വേറൊരു മധ്യസ്ഥനുണ്ട്. യേശുവിൻ്റെ അടുക്കലാണ് മറിയം മധ്യസ്ഥം വഹിക്കുന്നത്. കാനായിലെ കല്യാണം വരുന്നതിൽ മറിയം മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ടാണ്, എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മറിയം മധ്യസ്ഥയാണ്. ഇനി മത്തായി, ലൂക്കാ സുവിശേഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മറിയത്തെക്കുറിച്ച് പരാമർശമുള്ളത്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തു കാണിക്കുന്ന മുഖ്യമായിട്ടും ജോസഫിനാണ് പ്രാധാന്യം. ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണ് യേശു എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ജോസഫിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്. ജോസഫ് ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്നവനായിരുന്നു. ജോസഫിന് വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടവളായിരുന്നു മറിയം ഗർഭിണിയായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താലാണ്. അപ്പോൾ കന്യകാത്വം അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറിയം കന്യകയായിരിക്കുമ്പോഴാണ് പുത്രൻ ജനിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അറിഞ്ഞില്ല എന്ന് പറയുക. അതിനുശേഷം അറിഞ്ഞു എന്ന് അർത്ഥമാക്കുന്നില്ല. അതുവരെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനു ശേഷം എന്ത് ചെയ്തു അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറയുന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാര്യമേ പറയുന്നുള്ളൂ, മറിയം യേശുവിനെ ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താലാണ്. അത് ലൈംഗിക ബന്ധത്തിലൂടെയല്ല. കന്യാജനനം സുവിശേഷത്തിൻ്റെ കേന്ദ്രം ഇതാണ്. യേശുവാണ് ഇവിടെ ശ്രദ്ധാകേന്ദ്രം, മറിയമല്ല. യേശു ജനിച്ചത് കന്യകയിൽ നിന്നാണ്. പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ്. പ്രവചനത്തിൽ പൂർത്തീകരണമാണ്. യെശയ്യാ 7:14 മത്തായി ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ കന്യാജനനം, മറിയത്തിൻ്റെ കന്യകാത്വം, അതിനാണ് മത്തായി കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ യേശുവിനെ കാണാനായിട്ട് വരുന്ന ജ്ഞാനികൾ അവനെ കാണുന്നു മറിയത്തോടു കൂടിയാണ്. അവർ അവനെ ആരാധിച്ചു, മറിയത്തെ ആരാധിക്കുന്നില്ല. മറിയം യേശുവിലേക്ക് നയിക്കുന്ന വഴിയാണ്, മറിയത്തിലൂടെയാണ് യേശുവിലേക്ക് വിടുന്നത്. ഇത്ര മാത്രമേ മത്തായി പറയുന്നുള്ളൂ. ലൂക്കായിലാണ് ഏറ്റവും കൂടുതലുള്ളത്. ലൂക്കായുടെ സുവിശേഷം ആദ്യത്തെ 2 അധ്യായങ്ങൾ മറിയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിന് തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ക്ലാസ്സിൽ വേണ്ടി ഞാൻ വിശദമായിട്ട് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല, അതിനോട് സമയപരിധി അനുവദിക്കുകയുമില്ല. അപ്പോൾ ആദ്യം എടുത്ത് കാണിക്കുന്നത് മറിയം കന്യകയായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ആണ് അവൾ ആവസിക്കുക. ദൈവാത്മാവിൻ്റെ പ്രത്യേക പ്രവർത്തനത്താൽ അവൾ കന്യകയായി ഗർഭം ധരിക്കുന്നു, ശിശുവിന് ജന്മം നൽകുന്നു, ആ ശിശുവിന് പേരിടുന്നു. അതിനുശേഷം എടുത്തു കാണിക്കുന്ന 2 സംഭവങ്ങൾ. ഒന്ന് മറിയത്തിൻ്റെ സന്ദർശനം. എലിസബത്തിൻ്റെ അടുക്കിലേക്ക് മറിയം ചെല്ലുമ്പോൾ മറിയം വഴി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നതായി. മറിയം ചെയ്യുന്നത് യേശുവിനെ ധരിച്ചു കൊണ്ടുപോകുന്നു. യേശുവിനെയും വഹിച്ചുകൊണ്ട് ചെല്ലുന്ന മറിയം പരിശുദ്ധാത്മാവിൻ്റെ വാഹകയായി മാറുന്നു. മറിയത്തിൻ്റെ സ്വരം ശ്രവിച്ച മാത്രയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, അവനും പരിശുദ്ധാത്മാവ് നിറയായി. മറിയത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് നൽകുന്നതിന് കാരണമായി തീരുന്ന അടയാളമായിരുന്നു. ഇനി മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ സ്തോത്രഗീതമാണ്. എൻ്റെ ആത്മാവ് കർത്താവിന് മഹത്വം എന്ന് പറയുന്ന സ്തോത്രഗീതം മറിയം. അപ്പം മറിയത്തിന് ഉത്കണ്ഠയില്ല, ഭയമില്ല. ഒത്തിരി സാധ്യതയുള്ളതാണ്. വിവാഹ വാഗ്ദാനം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീയാണ്. വരനറിയാതോട് ഗർഭിണിയായിരിക്കുന്നു. അവളിപ്പോൾ ദൂരെയാണ്, 135 കിലോമീറ്റർ അകലെയാണ്. തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഗർഭിണിയായിരിക്കും. എല്ലാവരും അറിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവൾക്കറിയില്ല. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ് സാധാരണ സംഭവിക്കാവുന്നത്. അത് മത്തായിയുടെ സുവിശേഷം പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ജോസഫ് അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവളിൽ ഒരു ഉത്കണ്ഠയുമില്ല. എന്നെ വിളിച്ച ദൈവം എന്നെ കാത്തുകൊള്ളും. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഏതു സാഹചര്യത്തിലും ദൈവത്തെ സ്തുതിക്കുന്ന, ഏത് സമയത്തിലും ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം നിറവേറട്ടെ എന്ന് സ്വയം വിട്ടുകൊടുക്കുന്ന ആ ഒരു മനോഭാവമാണ് മറിയത്തിൻ്റെത്. ഇനി അങ്ങോട്ട് 2 അധ്യായങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മറിയമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയും. അതുപോലെ ദേവാലയത്തിൽ ഉള്ള സമർപ്പണം. ആ സമർപ്പണ സമയത്ത് ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 35 വാക്യങ്ങൾ. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. സമർപ്പണ സമയത്ത് കിട്ടുന്ന മറുപടി ഇതാണ്, സന്ദേശമാണ്. നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും. ഇവിടുന്നാണ് വ്യാകുല മാതാവ് എന്നുള്ള ആശയമൊക്കെ കടന്നു വരുന്നത്. വ്യാകുല മാതാവിൻ്റെ 7 വ്യാകുലങ്ങളെക്കുറിച്ച് ഏതാണ് വ്യാകുലങ്ങൾ, ഏതാണ് അതിനെക്കുറിച്ച് ദീർഘമായിട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഹൃദയത്തിൽ വാൾ തറച്ച ഒരു അമ്മയാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടുന്നത് മുതൽ യേശുവിൻ്റെ കുരിശുമരണം വരെ ഹൃദയത്തിൽ വാളുമായി നടന്ന അമ്മയാണ്. ഇത്രമാത്രം ദുഃഖത്തിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ. കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഇടവില്ലാതെ തൊഴുത്തിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നു. ജനിച്ച ഉടനെ ശിശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്കുള്ള പലായനം. യേശുവിനെ
ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രവചനം, യേശുവിനെ കാണാതെ അന്വേഷിച്ച് നടക്കുന്ന, അവസാനം കാൽവരിയിൽ നിൽക്കുന്ന ഈ മുഴുവനും കൂടി കണക്കിലെടുക്കുമ്പോൾ ഹൃദയത്തിൽ വാൾ തറച്ച ഒരമ്മയാണ് മറിയം. പക്ഷേ അവളുടെ വായിൽ നിന്ന് വരുന്നത് ശാപങ്ങളല്ല, വിലാപങ്ങളല്ല, സ്തുതിപ്പുകളാണ്. യേശുവിനോട് കൂടി ഏത് സഹനവും ഏറ്റെടുക്കാൻ സഹരക്ഷകയായി നിൽക്കുന്ന സഹിക്കുന്നവൾ മാതാവ്. ഈ മാതാവിനെക്കുറിച്ച് ഒരുപാട് സത്യങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കമായിട്ട് ആദ്യത്തേത് ദൈവമാതാവ് എന്നാണ്. എന്തുകൊണ്ട് മറിയത്തെ ദൈവത്തിൻ്റെ മാതാവെന്ന് വിളിക്കുന്നു? സ്രഷ്ടാവായ പിതാവായ ദൈവത്തിൻ്റെ മാതാവ് അല്ല മറിയം. ഇത് വളരെ നിർണായകമായൊരു വിഷയമായിരുന്നു. മറിയത്തെ എങ്ങനെ വിളിക്കണം, ദൈവമാതാവെന്ന് വിളിക്കണമെന്ന് സഭാ നേതാക്കന്മാർ ആവശ്യപ്പെട്ടു. അല്ല, ക്രിസ്തുവിൻ്റെ മാതാവ്, മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ മാതാവ്, മിശിഹായുടെ മാതാവ് എന്ന് വിളിക്കാം. ക്രിസ്തോ തോക്കോസ് എന്നാണ് വിളിക്കേണ്ടത്. നെസ്തോറിസ് അവകാശപ്പെട്ടു. അവസാനം എഫേസസ് സുറൂസിലാണ് തീരുമാനമുണ്ടായത്. മറിയത്തെ ദൈവമാതാവ് തന്നെ വിളിക്കണം. കാരണം മറിയത്തിൽ നിന്ന് ജനിക്കുന്ന ദൈവമാണ്. മനുഷ്യപുത്രനായി ജനിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന ഏക വ്യക്തിത്വത്തിലാണ് ദൈവത്വവും മനുഷ്യത്വവും രണ്ട് സ്വഭാവങ്ങൾ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനിക്കുന്നതും മരിക്കുന്നതും ദൈവമായതുകൊണ്ട് മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കണം. അത് യേശുവിനെ സംബന്ധിച്ച് യേശു ആണെന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. യേശു ദൈവമാണ്, മനുഷ്യനുമാണ്. മനുഷ്യത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ ഈ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൻ്റെതായതുകൊണ്ട് മറിയത്തെ ദൈവമാതാവിന് വിളിക്കണം. അതുകൊണ്ട് തെറ്റിദ്ധാരണയരുത്. പിതാവായ ദൈവത്തിൻ്റെ മാതാവല്ല മറിയം, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മാതാവുമല്ല മറിയം. മനുഷ്യനായി അവതരിക്കുന്ന ദൈവപുത്രൻ്റെ മാതാവാണ്. അതുകൊണ്ടാണ് മറിയത്തെ ദൈവമാതാവിന് വിളിക്കുക. അമലോത്ഭവം എന്നത് രണ്ടാമത്തെ വിശ്വാസ സത്യമാണ്. അത് 9-ാം പീയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8-ാം തീയതിയാണ് ഈ വിശ്വാസ സത്യം പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് തന്നെ ഒരുപാട് കാലം മുമ്പേ ഈ വിശ്വാസ സത്യം ഏറ്റുപറഞ്ഞിരുന്നു. എന്താണ് അമലോത്ഭവം? മറിയത്തിൻ്റെ രക്ഷ വേണ്ട എന്നർത്ഥമാകുന്നില്ല. അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവ പാപത്തിൽ പെടാതെ മറിയത്തെ ദൈവം കാത്തു സൂക്ഷിച്ചു എന്നാണ് പറയുക. നമ്മൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കൊച്ചു കുഞ്ഞിൻ്റെ കാല് ചെളിയിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്ത് അപ്പുറത്തേക്ക് കിടത്തുന്നു. അല്ലെങ്കിൽ ചെളിയിൽ പോയ കുഞ്ഞിൻ്റെ കാല് കഴുകുന്നു. നമ്മളൊക്കെ മാമോദിസയിലൂടെ ചെളി കഴുകിക്കളയുന്നവരാണ്. മാതാവിനെ ചെളിയിൽ തൊടാതെ കാത്തു സൂക്ഷിച്ചതാണ്. രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെ. നമുക്ക് മാമോദിസയിലൂടെ ലഭിക്കുന്ന ഉത്ഭവഭാവത്തിനുള്ള മോചനം മറിയത്തിന് ദൈവം മുൻകൂറായി കൊടുത്തു. ദൈവപുത്രൻ്റെ അമ്മയാകാനുള്ള ആ ഒരു കൃപ ലഭിച്ചതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഈ കൃപകളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവം മറിയത്തെ അമലോത്ഭവയായി ഉത്ഭവമേശാതെ കാത്തു സൂക്ഷിച്ചു എന്നാണ് ഉത്ഭവഭാവം. അമലോത്ഭവ എന്ന ആ വിശ്വാസ സത്യത്തിൻ്റെ അടിസ്ഥാനം ആണ് അർത്ഥം. അത് വ്യക്തമായി 4 വർഷം കഴിഞ്ഞപ്പോൾ മാതാവ് ലൂർത്തിൽ പ്രത്യക്ഷപ്പെട്ട് ബർണഡിറ്റോട് പറയുകയുണ്ടായി, ഞാൻ അമലോത്ഭവയാണ്. ഇപ്പോൾ രണ്ടാമത്തെ വിശ്വാസ സത്യം അമലോത്ഭവ. മൂന്നാമത്തെ നിത്യകന്യക എന്നതാണ്. കന്യകയിൽ ജനിച്ചു എന്ന് പറയും, അത് ബൈബിളിലുണ്ട്. നിത്യകന്യക, മറിയത്തിന് വേറെ മക്കളില്ലായിരുന്നു എന്നുള്ള വിശ്വാസമാണ് അതിന് അടിസ്ഥാനമായിട്ട് എടുത്തു കാണിക്കുന്നത് ബൈബിൾ തന്നെയാണ്. ഇപ്പം ബൈബിളിൽ യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കുകയുണ്ടായി. 2 സഹോദരന്മാരുടെ പേര് പറഞ്ഞു, സഹോദരിമാരും ഇതുവരുണ്ടാവും. അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും പറഞ്ഞു. മറിയത്തിൽ ജനിച്ചവരാകണമെന്നില്ല, ആണെന്ന് ബൈബിൾ പറയുന്നില്ല, അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം മറിയത്തിന് മക്കളുണ്ടായിരുന്നു ഇല്ലയോ എന്നുള്ളത് ബൈബിളിൻ്റെ വിഷയമല്ല. മറിയം കന്യകയായിരുന്നു. കന്യകയായ മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതേസമയം സഭയുടെ പൊതുവായ പാരമ്പര്യത്തിൽ മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നില്ല. 4-ാമത്തെ വിശ്വാസ സത്യം മാതാവിൻ്റെ സ്വർഗ്ഗാരോപണമാണ്. അതാണ് ഏറ്റവും അവസാനമായിട്ട് കത്തോലിക്കാ സഭ പ്രഖ്യാപിച്ച വിശ്വാസ സത്യം. മാർപ്പാപ്പ തൻ്റെ എക്സ് കത്തേദ്ര അധികാരം, മാർപ്പാപ്പയുടെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അവസാനത്തെ വിശ്വാസ സത്യമാണ്. 1950 നവംബർ 9-ാം തീയതി 12-ാം പീയൂസ് മാർപ്പാപ്പയാണ് മാതാവിൻ്റെ സ്വർഗ്ഗാരോപണം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചത്. അതിൻ്റെ അർത്ഥം ഇതാണ്: മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം മരണാനന്തരം ലോകാവസാനത്തുണ്ടാകുന്ന ശരീരങ്ങളുടെ പുനരുത്ഥാനം മറിയത്തിന് മുൻകൂറായി കിട്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തതുപോലെ മറിയവും ഉയിർപ്പിക്കപ്പെട്ടു. യേശു സ്വന്തം ശക്തിയാണ് ഉത്ഥാനം ചെയ്തെങ്കിൽ മറിയം ഉയർപ്പിക്കപ്പെടുകയാണ്. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെങ്കിൽ മറിയത്തെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു എന്ന് പറയുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കെല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന സ്വർഗഭാഗ്യം, ആ ശരീരങ്ങളുടെ ഉയർപ്പിലൂടെ കിട്ടുന്ന ഭാഗ്യം മറിയത്തിന് മുൻകൂറായി ലഭിച്ചിരിക്കുന്നു. ഇതാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കൊരു മാതൃകയായി മാറുന്നു ഇവിടെയും മറിയം. ഇതാണ് മാതാവിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട 4 വിശ്വാസ സത്യങ്ങൾ. ഇനി ഒന്ന് മറിയത്തിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവല്ലാതെ നമുക്ക് വേറൊരു മധ്യസ്ഥനില്ല എന്ന് തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ മനുഷ്യർ ദൈവത്തിന് മധ്യേ യേശു ക്രിസ്തു അല്ലാതെ വേറെ മധ്യസ്ഥനില്ല. അവിടെ നിങ്ങൾ വേറെ മധ്യസ്ഥന്മാരെ ആലോചിക്കാൻ പോയാൽ യേശുവിനെ നിഷേധിക്കുന്നതായിരിക്കും. അല്ല, യേശുവിനെ നിഷേധിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ മാധ്യസ്ഥ്യം വഹിക്കുന്നത് യേശുവിൻ്റെ കാനായിൽ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ എത്രയോ ആൾക്കാർ യേശുവിൻ്റെ അടുക്കൽ മധ്യസ്ഥം വഹിക്കുന്നു. 4 പേര് കൂടി തളർവാതിരെ എടുത്തുകൊണ്ടപ്പോഴത്തേക്കും യേശുവിന് വേണ്ടി അവർ യാചിക്കുകയാണ്, കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ അടുക്കൽ മധ്യസ്ഥം വഹിക്കുന്ന ആൾക്കാർ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. അത് അന്നും ഇന്നും ഒരുപോലെ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായിട്ട് യേശു മാത്രമേ ഉള്ളൂ. പക്ഷേ യേശുവിനോട് ചേർന്ന് യേശുവിനോട് മധ്യസ്ഥം വഹിക്കുന്നിടക്ക് മധ്യസ്ഥം വഹിക്കുന്നതാണ് അമ്മ. ഇത് സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചൊരു ചിന്തയാണ്. നമ്മളെല്ലാവരും ഒരു സമൂഹമാണ്, ഒരു കുടുംബമാണ്, പരസ്പരം ബന്ധപ്പെട്ടവരാണ്, പരസ്പരം സഹായിക്കേണ്ടവരാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിച്ചു നോക്കൂ. എല്ലാ ലേഖനത്തിലും പ്രത്യേകം പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതുപോലെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. മാതാവെ ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല, മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറയുക. സകല വിശുദ്ധന്മാരോടും ഇങ്ങനെയാണ് ചെയ്യുക. എല്ലാവരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, നമ്മളും മാധ്യസ്ഥം വഹിക്കണം. അപ്പോൾ ഏറ്റവും വലിയ മധ്യസ്ഥൻ യേശുവാണ്. യേശുവിനടുക്കൽ മധ്യസ്ഥം വഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മറിയം കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നത് ഒരു വിരോധാഭാസമായി അല്ലെങ്കിൽ പാഷണ്ഡതയായി തെറ്റായി നമുക്ക് കണക്കാക്കാനാവില്ല. മാതാവിൻ്റെ മാധ്യസ്ഥം, മാതാവ് മാതൃകയാണ്, എല്ലാ തരത്തിലും മാതൃകയാണ്. ദൈവത്തിൻ്റെ വചനം ശ്രമിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്ത മറിയ മാതൃകയാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രസംഗം കേട്ടപ്പോഴത്തേക്കും വളരെ സന്തോഷിച്ചൊരു വെല്ലുവിളിച്ചു പറയുന്നത്, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ, എന്ത് ഭാഗ്യവതിയാണ് നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ യേശു പറയും, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത് അതിനേക്കാൾ ഭാഗ്യം. ഇപ്പം മറിയത്തിന് ലഭിച്ച മറിയത്തെ എടുത്തു കാണിക്കുന്ന മാതൃകയാണ്. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുക, നിരന്തരം ദൈവത്തിൻ്റെ വചനം ധ്യാന വിഷയമാക്കുക, വചനം സ്വീകരിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇങ്ങനെ മറിയം മധ്യസ്ഥയാണ്, മാതൃകയുമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് മറിയത്തിന് മാധ്യസ്ഥം തേടുന്നുണ്ടെങ്കിലും മാതൃക അനുകരിക്കാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. മറിയത്തെ നമ്മൾ വലിയൊരു രാജ്ഞിയായിട്ടൊക്കെ കാണുമ്പോഴേക്കും മറിയം കടന്നു പോകുന്ന വഴികൾ നമ്മൾ മറന്നു പോകരുത്. 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഭർത്താവ് അറിയാതെ ഗർഭിണിയാകുന്ന സാഹചര്യം മുതൽ ഇങ്ങോട്ടുള്ള മറിയം കടന്നു പോകുന്ന ആ കനൽ വഴികൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനെ ഗർഭം ധരിച്ച ആ പെൺകുട്ടി ബെത്ലഹേമിൽ ചെല്ലുമ്പോൾ പ്രസവിക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം, ദൈവത്തിൻ്റെ മകൻ്റെ അമ്മയായവൾ ആ മകൻ രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യങ്ങൾ കാണുക. കടന്നു പോകുന്ന വഴികൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അവസാനം കുരിശൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ വ്യാകുലമാതാവിൻ്റെ പ്രതിമകൾ എഴുന്നള്ളിക്കാറുണ്ട്. പക്ഷേ ആ വ്യാകുലമാതാവിൻ്റെ വ്യാകുലം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ വാളുകൾ കുത്തിത്തെറിച്ച പടവും കൊണ്ട് പോകാൻ എളുപ്പമാണ്. പക്ഷേ ഈ ഹൃദയത്തെ തുളയ്ക്കുന്ന വാളുകൾ ഉള്ളിലുണ്ടാകുമ്പോൾ വേദന, വ്യാകുലമാതാവിനെ വണങ്ങുകയും ബഹുമാനിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യാകുലം മനസ്സിലാക്കണം. വചനം സ്വീകരിക്കുമ്പോൾ ആ വചനം ജീവിക്കുമുണ്ടാകുന്ന ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ത്യാഗങ്ങൾ, അവസാനം രക്തസാക്ഷിത്വം വരെയാണ് വരിക. അതുകൊണ്ട് മാതാവിനെ നമ്മൾ ദൈവമാതാവായി, അമലോത്ഭവയായി, സ്വർഗാരൂപതയായി, മധ്യസ്ഥയായി ഒക്കെ പറയുമ്പോഴും ഓർക്കണം, മറിയം ഒരു മാതൃക കൂടിയാണ്. ആ മറിയം ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് എലിസബത്ത് പറയുക. വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കാൻ സന്നദ്ധരാകണം. മറ്റുള്ളവരെ മാതൃസഹജമായ സ്നേഹത്തോടു കൂടി സ്വീകരിക്കാൻ, അവർക്ക് വേണ്ടി സഹിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. അതിന് മാതാവ് നമുക്ക് മാതൃകയാകട്ടെ, മധ്യസ്ഥയാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.